ഹായ് ഓൾ, വെൽക്കം ടു കൊമേഴ്സ് ഗൈഡിയൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യാമെന്നാണ്. അത് പാസ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ പ്രോബ്ലം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജേണൽ തൊട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജേണൽ ആദ്യം ചെയ്യാം. അതിനായിട്ട് കുറച്ച് ട്രാൻസാക്ഷൻ ഇവിടെ ഉണ്ട്, അതൊട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങിയല്ലോ. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ, രാജീവ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹6 lakh ജനുവരി 1 ഇതെങ്ങനെ എഴുതും? ഇതിന് 2 അക്കൗണ്ട് നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഒന്ന് രാജീവ്, ഒന്ന് ക്യാഷ് ഉണ്ടോ. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് എന്താ? ക്യാഷ് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യണം. അതായത് എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം? അത് റിയലാണ്, അസറ്റാണ്, റിയൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് വാട്ട് അസറ്റ് കംസ് ഇൻ ടു ദ ബിസിനസ്. എന്ത് ചെയ്യണം? രാജീവാണല്ലോ തന്നത്. അപ്പോൾ രാജീവ്സ് ക്യാപിറ്റൽ എന്നാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പേഴ്സണലാണ്. അപ്പോൾ രാജീവ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷും ഉണ്ട്. അപ്പോൾ രാജീവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? അത് പേഴ്സണൽ ആയതുകൊണ്ട് ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് ദ റിസീവർ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് ദ ഗിവർ, രാജീവാണ് തന്നത്, ഗിവറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് എന്താണ്? ക്യാഷ് ഡെബിറ്റും രാജീവ് ക്രെഡിറ്റും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു രാജീവ്സ് ക്യാപിറ്റൽ ജനുവരി 1 അതാ ഇങ്ങനെ എഴുതണം. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ജേണലിൻ്റെ ഫോർമാറ്റാണ് ഈ കാണുന്നത്. ഒന്ന് ഡേറ്റ്, ഒന്ന് പർട്ടിക്കുലേഴ്സ്, ഒന്ന് LF അതായത് ലെഡ്ജർ ഫോളിയോ, പിന്നെ ഡെബിറ്റ് കോളം, പിന്നെ ഒരു ക്രെഡിറ്റ് കോളം. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇപ്പുറത്തെ ഡേറ്റ് എഴുതുക, ജനുവരി 1 എഴുതുക. എന്നിട്ട് ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു രാജീവ്സ് ക്യാപിറ്റൽ 6 ലക്ഷം രൂപ, ഡെബിറ്റിലും ക്രെഡിറ്റിലും 6 ലക്ഷം രൂപ കുറച്ച് അങ്ങോട്ട് താഴ്ത്തിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ രാജീവ്സ് ക്യാപിറ്റലിൽ നേരെ അത് വരണം, അതിനാണത്. പിന്നെ രാജീവ്സ് ക്യാപിറ്റലിന് താഴെ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, രാജീവ് സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന്. അതിൻ്റെ നറേഷനാണ്. സാധാരണ എക്സാമിനൊക്കെ നറേഷൻ എഴുതാനൊരു മാർക്കുണ്ട്. അതെന്തിനാണ് നറേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിലാകുമ്പോൾ, ബിസിനസ് നടക്കുമ്പോൾ എന്തായാലും ഇത് എഴുതിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അത് എന്താണ് ചെയ്തത്, അത് എന്താണ് ചെയ്ത് ഈ ട്രാൻസാക്ഷൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാനാണ് ആ നറേഷൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അത് ക്ലിയറാണ്. ഇനി നെക്സ്റ്റ്, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ₹1 ലക്ഷം ജനുവരി 6. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, ബാങ്ക് എന്താ? ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അത് പേഴ്സണാണ്. അപ്പോൾ അത് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് നമ്മൾ പരിഗണിക്കണം. ഒരു പേഴ്സണായിട്ട് തന്നെ പരിഗണിച്ചാൽ നല്ലത്. ക്യാഷ് എന്ന് പറയുന്നത് റിയലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ക്യാഷ് ബാങ്കിലേക്ക് കൊടുത്തു, ക്യാഷ് പോയി. അപ്പോൾ ക്യാഷ് അസറ്റാണ്, റിയലാണ്. റിയലാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ബാങ്കിന് കൊടുത്തു. ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് ദ റിസീവർ. അപ്പോൾ എന്താണ്? ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് തന്നെ വരും. അതാണ് ജനുവരി 6 ഉണ്ടാകാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് 1 ലക്ഷം, ഡെബിറ്റിലും നേരത്തെ പറഞ്ഞ ക്രെഡിറ്റിലും കുറച്ച് താഴ്ത്തി കണ്ട് എഴുതും. പിന്നെ നറേഷൻ അങ്ങോട്ട് എഴുതും. ഈ നറേഷൻ എഴുതണം, അത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ നറേഷൻ കിട്ടില്ല എന്നാണെങ്കിൽ ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, നറേഷൻ കിട്ടും. അല്ലാതെ മറ്റുള്ളവരെ ബുക്കിൽ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നറേഷൻ ബാക്കിയുള്ളതിലൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. അതെന്താ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാനായിട്ട് സ്ഥലക്കുറവുണ്ട്, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹2 lakh ജനുവരി 12. ജനുവരി 12 ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അത് 2 ലക്ഷത്തിന്. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ട് വരും. ഗുഡ്സ് അക്കൗണ്ട് വരില്ല കേട്ടോ, പർച്ചേസ് അക്കൗണ്ട് വരും, ക്യാഷ് അക്കൗണ്ട് വരും. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആയതുകൊണ്ട്, നോമിനൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് നോമിനൽ റൂൾ എന്താ വരിക? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം എന്നാണ്. അപ്പോൾ പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റാണ് ചെയ്യേണ്ടി വരിക. ക്യാഷ് കൊടുത്തു, ക്യാഷ് പോയി. അപ്പോൾ ക്യാഷിൻ്റെ റൂൾ അനുസരിച്ച് ക്രെഡിറ്റ് വാട്ട് അസറ്റ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്, അതാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ജനുവരി 12, അങ്ങനെയല്ലേ നോക്കി ഇവിടെ? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ആണല്ലോ, 2 ലക്ഷം അല്ലേ? ഓക്കെ, 2 ലക്ഷം. ഇനി നെക്സ്റ്റ് ജനുവരി 24 ഒന്നുണ്ടായി. പെയ്ഡ് വേജസ് ₹20,000 ജനുവരി 24. ജനുവരി 24 വേജസ് കൊടുത്തു, അതായത് കൂലി കൊടുത്തു. വേജസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല, അത് ക്യാഷിൻ്റെ രൂപത്തിലാണ് കൊടുക്കണം. അപ്പോൾ 2 അക്കൗണ്ട് ഉണ്ട്, വേജസ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. വേജസ് എന്താണ്? വേജസ് എന്ന് പറയുന്നത് എക്സ്പെൻസാണ്, അത് നോമിനലാണ്. അപ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുത്തു. ക്യാഷ് എന്താണ്? റിയലാണ്, അസറ്റാണ്. അപ്പോൾ എന്തായിരുന്നു? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. അപ്പോൾ ക്യാഷ് പോയി, വേജസിന് എന്ത് ചെയ്തു? വേജസ് ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. വേജസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ജനുവരി 24, അത് തന്നെയാണല്ലോ വന്നത്. ഓക്കെ, അത് തന്നെയാണ്. 20,000 രൂപ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി. നെക്സ്റ്റ് ഫെബ്രുവരി 4 എന്തുണ്ടായി? റിസീവ്ഡ് കമ്മീഷൻ ₹3000 ഫെബ്രുവരി 4. കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത്
കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്പെൻസാണ്, സ്വീകരിക്കുകയാണെങ്കിൽ അത് ഇൻകമാണ്. അപ്പോൾ കമ്മീഷൻ അവിടെ ഇൻകം ആയതുകൊണ്ട് എന്താണ്, ക്രെഡിറ്റ് ഓൾ ഇൻകം, ഇത് നോമിനലാണ്. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ക്യാഷിൻ്റെ രൂപത്തിലാണ് റിസീവ് ചെയ്ത്. അപ്പോൾ ക്യാഷ് കിട്ടി. ഡെബിറ്റ് വാട്ട് അസറ്റ് കംസ് ഇൻ ടു ദ ബിസിനസ്. അപ്പോൾ ക്യാഷിനെ റൂൾ അനുസരിച്ച് ഡെബിറ്റ് ചെയ്തു, കമ്മീഷനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട് 4th ഫെബ്രുവരി 3000 രൂപ കമ്മീഷൻ കിട്ടിയത്. ഇനി നെക്സ്റ്റ് ഫെബ്രുവരി 20 എന്താ ഉണ്ടായേ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 1,20,000. അപ്പോൾ ഫെബ്രുവരി 20 കാശ് കിട്ടി. അതായത് എന്ത്, സെയിൽസിൽ നിന്നാണ് കാശ് കിട്ടിയത്. അപ്പോൾ സോൾഡ് അക്കൗണ്ട് അല്ല അവിടെ ഇതുണ്ടത്, സെയിൽസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായി, ക്യാഷ് വന്നു, ഡെബിറ്റ് വാട്ട് അസറ്റ് കംസ് ഇൻ. അപ്പോൾ ക്യാഷ് എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്താണ്, സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഇൻകമാണ്. ഇൻകമാണല്ലോ അല്ലേ, അതെ ഇൻകമാണ്. അപ്പോൾ അത് നോമിനലാണ്. അപ്പോൾ നോമിനൽ ഇൻകത്തിൽ പെടുമ്പോൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് ഫെബ്രുവരി 20 വരും. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഇതുപോലെ തന്നെ എഴുതാം, 1,20,000. അപ്പോൾ അത് ഓക്കെ. ഇനി സാലറി എങ്ങനെയാണ് വന്ന് മാർച്ച് 4 അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ് നോക്കാം. സാലറീസ് പേ ചെയ്തത്, അത് പെയ്ഡ് 30,000 രൂപ സാലറി പേ ചെയ്തു 4 അപ്പോൾ എങ്ങനെയത്, സാലറി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻസാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻസ് നോമിനലി അത് ക്യാഷിൻ്റെ രൂപത്തിലാണ് പോയത്. ക്യാഷ് പോയപ്പോൾ എന്തായി, ക്യാഷിനെ നമ്മൾ എടുത്തിട്ട് അസറ്റ് ആയതുകൊണ്ട് പോയതുകൊണ്ട് ക്രെഡിറ്റ് വാട്ട് അസറ്റ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. സാലറീസ് എന്താ, സാലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ സ്വാഭാവികമായിട്ട് അത് എക്സ്പെൻസാണ്. അപ്പോൾ എക്സ്പെൻസ് ആയതുകൊണ്ട് എന്തായി, അത് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ സാലറി ഡെബിറ്റും ക്യാഷ് ക്രെഡിറ്റും. സാലറീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് മാർച്ച് 4 അങ്ങനെ തന്നെയാണ് വരിക. ഇനി അടുത്ത മാർച്ച് 20 എന്ത് ചെയ്തു, മാർച്ച് 20 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 80,000. മാർച്ച് 20 എന്ത് ചെയ്തു, ക്യാഷ് കൊടുത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അത്രയേ ഉള്ളൂ, കൂടുതൽ ബിൽഡപ്പ് ഒന്നുമില്ല. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 അക്കൗണ്ട് ഉണ്ട്, ഒന്ന് പർച്ചേസ് ഉണ്ട്, ഒന്ന് ക്യാഷ് ഉണ്ട്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റാണ്. ക്യാഷ് എന്ത് ചെയ്തു, പോവുക ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ നമ്മൾ 2-3 വട്ടം പറഞ്ഞതാണ് ക്യാഷ് അത് നമ്മൾ പോയതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് വാട്ട് അസറ്റ് ഗോസ് ഔട്ടാണ്. പിന്നെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതൊരു നോമിനൽ അക്കൗണ്ടാണ്, അത് എക്സ്പെൻസ് ആണെന്നുള്ളത്. എക്സ്പെൻസ് എന്ത് ചെയ്യും, എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ 20 ഏതാണോ വന്നേ നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ 20 പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് തന്നു. എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതി, ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി. ഇനി അടുത്ത് 31 മാർച്ചിന് എന്തുണ്ടായി, പർച്ചേസ്ഡ് ബിൽഡിംഗ് ഫോർ റുപ്പീസ് 1,20,000. 1,20,000 രൂപയ്ക്ക് എന്ത് ചെയ്തു, ബിൽഡിങ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ബിൽഡിങ് പർച്ചേസ് ചെയ്തപ്പോൾ എന്തുണ്ടായി, ഇവിടെ നമുക്ക് 2 അക്കൗണ്ട് കിട്ടുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലർ ഇതിൽ പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ബിൽഡിംഗ് അക്കൗണ്ട് എടുക്കും. സത്യത്തിൽ അതല്ല വേണ്ടത്. ബിൽഡിംഗ് ഒരു അസറ്റാണ്. അപ്പോൾ പർച്ചേസ് ചെയ്ത് ബിൽഡിംഗ് ആണ്, അതിനെ നോമിനലായിട്ട് കാണരുത്. ബിൽഡിംഗ് അസറ്റ് ആയതുകൊണ്ട് ബിൽഡിംഗ് വന്നുകൊണ്ട് എന്ത് ചെയ്യും, ഡെബിറ്റ് വാട്ട് അസറ്റ് കംസ് ഇൻ ടു ദ ബിസിനസ്. ബിൽഡിംഗ് ഒന്ന് ഡെബിറ്റ് ചെയ്യും. ക്യാഷ് കൊടുത്താൽ ബിൽഡിംഗ് മേടിച്ചത്, അല്ല പർച്ചേസ് അവിടെ കയറ്റരുത്. ക്യാഷ് പോയി, ക്രെഡിറ്റ് വാട്ട് അസറ്റ് ഗോസ് ഔട്ട്. അപ്പോൾ ബിൽഡിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് മാർച്ച് 31. ഓക്കെ, അതന്നെയാണല്ലോ വന്നത് 1,20,000 കോളത്തിലും ഡെബിറ്റും ക്രെഡിറ്റിലും എഴുതി. ഇനി 8 എന്തുണ്ടായി, ഏപ്രിൽ 8 പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ്റ്റർ എക്സ് റുപ്പീസ് 75,000. 75,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു മിസ്റ്റർ എക്സിൻ്റെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, ഒന്ന് പർച്ചേസ് ഉണ്ട്, ഒന്ന് മിസ്റ്റർ എക്സ് ഉണ്ട്. മിസ്റ്റർ എക്സ് എന്താണ്, പേഴ്സണലാണ്. ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് ദ റിസീവർ ആണ്. അപ്പോൾ എന്താണ് ചെയ്യുക, മിസ്റ്റർ എക്സിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അതിൻ്റെ റൂൾ അനുസരിച്ച്, പേഴ്സണൽ അനുസരിച്ച്. മിസ്റ്റർ എക്സിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ പർച്ചേസ് എന്താണ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. പർച്ചേസ് നോമിനലാണ്, അത് എക്സ്പെൻസ് ആണ്, അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസ്റ്റർ എക്സ് ഏപ്രിൽ 8. അങ്ങനെയല്ലേ നോക്കിയാൽ, അതെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏപ്രിൽ 8 വരെയുള്ളത് കഴിഞ്ഞു. ഇനി അടുത്തത് പെയ്ഡ് സാലറീസ് എന്നാണ്. ഇത് നമ്മൾ ഒരു വട്ടം പറഞ്ഞതാണ്, അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പെയ്ഡ് സാലറീസ് എന്ന് പറഞ്ഞാൽ എന്തത്, സാലറി കൊടുത്തു. അപ്പോൾ എന്തായി, സാലറീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് കാണാമല്ലോ, സാലറീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ പിന്നെയുള്ളത് പെയ്ഡ് ക്യാഷ് ടു മിസ്റ്റർ എക്സ് 50,000 രൂപ ഏപ്രിൽ 30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവം, അത് ക്യാഷ് കൊടുത്തു, മിസ്റ്റർ എക്സിന് കൊടുത്തു. മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണൽ അക്കൗണ്ടാണ്. ക്യാഷ് എന്താണ്, അത് അസറ്റാണ്. അപ്പോൾ അസറ്റ് പോയി, അപ്പോൾ ക്യാഷ് പോയപ്പോൾ ഡെബിറ്റ്
ക്രെഡിറ്റ് വാട്ട് അസെറ്റ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. മിസ്റ്റർ എക്സ് എന്താ, ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ എന്നാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഡെബിറ്റ് ദ റിസീവറാണ്, കാരണം മിസ്റ്റർ എക്സിന് കൊടുത്തു. അപ്പോൾ റിസീവർ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്തു. മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ എന്താണത്, 30-ാം തീയതിയാണ് നമ്മൾ കൊടുത്തത്, 30-ാം തീയതി, ഏപ്രിൽ 30. ഓക്കെ, എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇനി മെയ് 10-ാം തീയതി എന്തുണ്ടായത്, മെയ് 10-ാം തീയതി എന്തുണ്ടായി, മെയ് 10-ാം തീയതി എന്താ, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മിസ്റ്റർ വൈ റുപ്പീസ് 60,000 രൂപയ്ക്ക്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് സെയിൽസ് ഉണ്ട് അവിടെ, പിന്നെ എന്തുണ്ട്, മിസ്റ്റർ വൈ ഉണ്ട്. അപ്പോൾ ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ചിലർ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്തുട്ടാ സംഭവം എന്ന് വെച്ചിട്ട്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടത്തിനുള്ള കൊടുത്തത്. അപ്പോൾ നമ്മൾ എൻട്രിയിൽ എന്തെങ്കിലും മാറ്റം വരുമെന്നൊക്കെ, എവിടെ മാറ്റം വരും, ഇത് അതേപോലെ തന്നെ സെയിൽസും മിസ്റ്റർ വൈയും ഉണ്ട്. മിസ്റ്റർ വൈ പേഴ്സണലാണ്, അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് പേഴ്സണൽ മിസ്റ്റർ വൈയുടെ ട്രാൻസാക്ഷൻ വരുന്നത്. പിന്നെ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻസ്. അപ്പോൾ മിസ്റ്റർ വൈ എന്താണ്, ഡെബിറ്റാണ്. മിസ്റ്റർ വൈ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് വരുന്നത് മെയ് 10-ാം തീയതി തന്നെയല്ലേ വന്നേ നോക്കി. മിസ്റ്റർ വൈസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എമൗണ്ട് അപ്പുറത്ത് എഴുതുക. മെയ് 10 കഴിഞ്ഞു. ഇനി അടുത്തൊരു പെയ്ഡ് വേജസ് റുപ്പീസ് 8,000. വേജസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മെയ് 27. പിന്നെ ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് റുപ്പീസ് 10,000 ജൂൺ 20-ാം തീയതി. അപ്പോൾ എന്താണ്, ഡെപ്പോസിറ്റിൻ്റെ കാര്യം പറഞ്ഞാണ്, അതായത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് തന്നെയാണ് വരിക, അതിൽ മാറ്റമൊന്നുമില്ല. റിസീവ്ഡ് ക്യാഷ് ഫ്രം മിസ്റ്റർ വൈ റുപ്പീസ് 40,000 രൂപ ജൂൺ 30-ാം തീയതി എന്ത് ചെയ്തു, മിസ്റ്റർ വൈയുടെ നിന്ന് ക്യാഷ് മേടിച്ചു. അവിടെ മിസ്റ്റർ വൈ ഉണ്ട്, ക്യാഷുണ്ട്. ക്യാഷ് വന്നു, ഡെബിറ്റ് വാട്ട് അസെറ്റ് കംസ് ഇൻ ടു ദ ബിസിനസ് റൂൾ അനുസരിച്ച് മിസ്റ്റർ വൈ ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസ്റ്റർ വൈ ജൂൺ 30-ാം തീയതി. എവിടെ, ജൂൺ 30-ാം തീയതി. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസ്റ്റർ വൈസ് 40,000 രൂപ. നമ്മൾ അതങ്ങ് ഡെബിറ്റിലും ക്രെഡിറ്റിലാണെന്ന് നോക്കിയാണ്ട് എഴുതി. ഇനി അടുത്തത് എന്താ, പെയ്ഡ് റെൻറ്റ് റുപ്പീസ് 25,000 ജൂലൈ 18. അപ്പോൾ ജൂലൈ 18 എന്ത് ചെയ്തു, 25,000 രൂപ റെൻ്റ് ഉണ്ടായിരുന്നത് പേ ചെയ്തു. അത് പോയതാണ്. ഈ റെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പെൻസ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ക്യാഷായിട്ടാണ് കൊടുത്തത്. അപ്പോൾ റെൻറ്റും ഉണ്ട്, ക്യാഷും ഉണ്ട്. അപ്പോൾ ക്യാഷ് പോയി, അതിന് ക്രെഡിറ്റ് വാട്ട് അസെറ്റ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ് റൂൾ അനുസരിച്ച് റെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻസ് ആണ്, അത് നോമിനലിൽ വരുന്നതാണ്. അപ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് എന്നാണ്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് തന്നെ വരുള്ളൂ. അത് ഓഗസ്റ്റ് 16. ഓക്കെ, ഓഗസ്റ്റ് 15, സോറി, ജൂലൈ 18-ാം തീയതി. അത് നോക്കാം. ജൂലൈ 18 റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 25,000 രൂപ ഡെബിറ്റിലും ക്രെഡിറ്റിലാണ് എഴുതിയിട്ട്. അപ്പോൾ ജൂലൈ 18 കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്തുള്ളത്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 25,000. നമ്മൾ സെയിൽസും ക്യാഷും അത് നമ്മൾ പറഞ്ഞതാണ്, അത് പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് 19 എന്താണെന്ന്, വിഡ്രോൺ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് പർപ്പസ് റുപ്പീസ് 5,000 ഓഗസ്റ്റ് 31-ാം തീയതി. അതെന്ത് ഇത്രയും നീട്ടിയിട്ട് എഴുതിയാണത്, എന്താ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വിഡ്രോൺ, ചിലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്രോൺ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടായിട്ട് എടുക്കും, പിന്നെ ക്യാഷായിട്ട് എടുക്കും. ഇതിലതല്ല സത്യത്തിലുള്ളത്, ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടാണ് ഇതിലുള്ളത്, അല്ലാതെ വിഡ്രോൺ എന്നുള്ള അക്കൗണ്ടുള്ള. പിന്നെ ഡ്രോയിങ്സ് എന്നൊരു അക്കൗണ്ട് ഉണ്ട്, അത് ഇപ്പോഴല്ല എടുക്കണം, അത് വേറൊരു കാര്യത്തിനുള്ളതാണ്, അത് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ക്യാഷും ബാങ്കാണ്. അപ്പോൾ എന്തായി, ക്യാഷ് ബാങ്കിൽ നിന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു, ക്യാഷ് വന്നു, ഡെബിറ്റ് വാട്ട് അസെറ്റ് കംസ് ഇൻ ടു ദ ബിസിനസ്. അപ്പോൾ ബാങ്ക് എന്താ, ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പേഴ്സണലാണ്. ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് ദ റിസീവർ. ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു റൂൾ അനുസരിച്ച്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അത് ഓക്കെയാണ്. അത് ഓഗസ്റ്റ് 31-ാം തീയതി, ആ കറക്റ്റാണോ നോക്കാം. ഓഗസ്റ്റ് 31-ാം തീയതി 5,000 രൂപ ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് റിസീവ്ഡ് കമ്മീഷൻ. എന്താ, കമ്മീഷൻ റിസീവ് ചെയ്തു. കമ്മീഷൻ റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് നോമിനലാണ് വരിക. കാരണം അത് കൊടുക്കുവാണെങ്കിൽ അത് ചിലവാണ്, വരുവാണെങ്കിൽ അത് നമുക്കൊരു ഇൻകമാണ്. അപ്പോൾ റിസീവ്ഡ് കമ്മീഷൻ 6,000 സെപ്റ്റംബർ 20-ാം തീയതി എന്ന് പറയുമ്പോൾ ക്യാഷിൻ്റെ രൂപത്തിൽ കമ്മീഷൻ റിസീവ് ചെയ്തു. അപ്പോൾ ക്യാഷും കമ്മീഷനും അവിടെ ഉണ്ട്. കമ്മീഷൻ ക്യാഷായിട്ട് കിട്ടി. അപ്പോൾ ക്യാഷ് ഡെബിറ്റ് വാട്ട് അസെറ്റ് കംസ് ഇൻ ടു ദ ബിസിനസ്, അതിനെ ഡെബിറ്റ് ചെയ്യും. പിന്നെ കമ്മീഷൻ എന്നുള്ളത് നോമിനലാണ്. നോമിനലായതുകൊണ്ട് എന്താ, ക്രെഡിറ്റ് ഓൾ ഇൻകം. അപ്പോൾ എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട് 6,000 വരും 20-ാം തീയതി, സെപ്റ്റംബർ 20 നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ സെപ്റ്റംബർ 20, 6,000 രൂപ നമുക്ക് കിട്ടി. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇവിടെയുള്ളതൊക്കെ എന്താ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്
പെയ്ഡ് ക്യാഷ് ടു മിസ്റ്റർ എക്സ്, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള സാധനങ്ങൾ, അത് വീണ്ടും വീണ്ടും പറയാനില്ല, അർത്ഥമില്ല. ഇപ്പോൾ ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് ഉണ്ട്, പെയ്ഡ് സാലറീസ് ഉണ്ട്, പെയ്ഡ് വേജസ് ഉണ്ട്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഉണ്ട്. അപ്പോൾ ഒക്ടോബർ 14 തൊട്ട് എന്താണ് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അതാ ഇവിടെയാണുള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ എൻട്രീസ് വരുന്നത്. അപ്പോൾ ഇത് വീണ്ടും പറഞ്ഞത് തന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതിൻ്റെ ഫോർമാറ്റും ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ലെഡ്ജർ നമ്മൾ പോസ്റ്റ് ചെയ്യും. ലെഡ്ജർ നമ്മൾ പോസ്റ്റ് ചെയ്യാന്നാണ് പറയുക, ജേണൽ എൻട്രി പാസ് ചെയ്യാന്ന് പറയും, ലെഡ്ജർ പോസ്റ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇഷ്ടമെങ്കിൽ സിമ്പിളായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് കോമേഴ്സ് ഗാർഡിയൻ സൈനിങ് ഓഫ്.